ജെയിൻ ദോബ്രി ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒക്കെ ഹാപ്പി ന്യൂ ഇയർ. ഐ നോ, ഒരു വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരെയും ന്യൂ ഇയർ വിഷ് ചെയ്തത്. എന്തായാലും ഇവിടെ ന്യൂ ഇയർ ക്രിസ്മസ് അവധിക്ക് ശേഷം ഇതിന്റെ കിൻഡർ ഗാർഡൻ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇന്ന് അവൻ ഒരു ലോങ് വെക്കേഷന് ശേഷം പോകുന്ന ദിവസമാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണാം. അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴി എല്ലാ അപ്പാർട്ട്മെന്റ് ഫ്രണ്ടിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സ്നോഫോളിന്റെ ടൈമിൽ കുറെ ഉപ്പൊക്കെ വിതിരുന്നത്. ആ സ്നോ ഒന്ന് മെൽറ്റ് ആക്കി. എന്തായാലും അടുത്തൊരു വലിയ സ്നോഫോളിന് മുന്നേ ഞാൻ തിരിച്ചു വീടെത്തി. വീട്ടിലോട്ട് കയറുന്ന മുന്നേ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റുള്ള ഡിസ്പോസ് ചെയ്തിട്ടാണ് കയറി. ഞാൻ അതൊക്കെ ചെയ്ത് തിരിച്ച് വിൻഡോയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും പുറത്ത് നല്ല രീതിക്ക് സ്നോഫോൾ ആയിരുന്നു. ആൻഡ് ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ചായ ഒഴിക്കുന്ന ഷോട്ട് എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. എന്ന് വെച്ച് ഈ ഷോട്ട്സിന് ഒരു എസ്തെറ്റിക് കുറവുണ്ടെന്നല്ല, എന്നാലും നമുക്ക് ഇന്ന് ഇത് വെച്ച് ഒപ്പിക്കാം. എല്ലാം കഴിഞ്ഞ് ഇതിനെ ഉച്ചയ്ക്ക് പിക്കാൻ ഇറങ്ങിയപ്പോഴും പുറത്ത് ഇപ്പോഴും നല്ല സ്നോഫോൾ ഉണ്ട്. രാവിലെ അഹങ്കാരം കൊണ്ട് നോർമൽ ഷൂ ഇട്ടിട്ട് പോയ ഞാനായിരുന്നു, ജസ്റ്റ് മിസ്സായിരുന്നു. അതുകൊണ്ട് വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ സ്നോ ബൂട്ട്സ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. കാരണം നല്ല രീതിയിൽ പലയിടത്തും തെന്നുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ ലെയർ ചെയ്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാലും ഈ സ്നോ വീഴുന്ന കാഴ്ച അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്തായാലും ഞാൻ ഇതിന്റെ കിൻഡർ ഗാർഡനിൽ എത്തിയപ്പോൾ അവിടെ വിറ്റാമി 2026 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് വെൽക്കം 2026. അതായിരുന്നു അവരുടെ ഈ കൊല്ലത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ടീച്ചർ നമുക്ക് തന്നു വിട്ടിട്ടുണ്ട്. ആൻഡ് അതിൽ നിന്ന് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മതിലിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. എന്തായാലും ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ എന്റെ ഇന്നത്തെ പ്രൊഡക്റ്റീവ് ആവണമെന്നുണ്ടായിരുന്ന ലക്ഷ്യം ഇവിടെ തീർന്നു. ഇനി എനർജി ബാക്കിയില്ല. എന്തായാലും ബാക്കി പ്രൊഡക്ടിവിറ്റി നാളെ ആവും. അപ്പൊ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.